അപ്പൊ ഞാനില്ലേ സത്യം പറഞ്ഞാല് നിങ്ങൾ എന്നെ ഐഡന്റിഫൈ ചെയ്യാന്ന് എല്ലാരും എന്നെ മനസ്സിലാക്കി ഒരു കാര്യം മനസ്സിലാ ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, എനിക്ക് വേഷം കെട്ടാൻ പറ്റില്ല. അപ്പൊ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ നിങ്ങളുടെ ഈ പരിപാടി ഞാൻ അറിയില്ല, എന്നാലും ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ രാത്രി ഇത് വിചാരിച്ചു, പക്ഷെ രാത്രി ഇരിക്കുക നോക്കിയിട്ട് എനിക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടില്ല, മട്ടൻ്റെ പോയി ആടി കിട്ടില്ല. അവസാനം ഇത് ഇവരെ പരിചയപ്പെടുത്താം. നമ്മുടെ സുഹൃത്താണ് കുളപ്പക്ക വീട്, സൗരവരാജൻ, ഗൾഫിലെ എഞ്ചിനീയറാണ്. അപ്പൊ ഇവൻ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നവർ ഇവർ രാത്രി അറിഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് പ്രോത്സാഹിപ്പിച്ചു, എന്താണ് നടത്തുന്നത് നോക്കുമ്പോൾ എന്റെ വീടിന് അടുത്ത ഷോപ്പിൽ തന്നെ ഈ സാധനം കിട്ടി. ഞാനിത് പറയുന്നത് മട്ടൻ്റെ പോയി. അപ്പൊ രാവിലെ പെട്ടെന്ന് ഇവന്റെ ഒരു കോളിലാണ് പെട്ടെന്ന് ആദ്യം ഞാനിതൊന്ന് രണ്ടാമത് എടുത്തത്. ഇന്നലെ മടക്കി വെച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആ ഷോപ്പ് പോകുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് തേച്ചുവാക്കി. അപ്പൊ അതിൻ്റെതായ ചെറിയ കുറെ വന്നോണ്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ പറ്റില്ല. വേറെ സാധനം ഉദ്ദേശിച്ചു, ആ സാധനം കിട്ടിയില്ല. അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും പിന്നെ മനസ്സിലായാലും ഞാൻ വരുമ്പോൾ പറഞ്ഞു, എഴുപേരും പറഞ്ഞു മനസ്സിലായ സാധനം. ഞാൻ അത് കുഴപ്പമില്ല, എന്തായാലും ഇങ്ങനത്തെ ഒരു പരിപാടി കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇങ്ങനെ ക്രിസ്മസ് ദിനത്തിന് എല്ലാവരും ഒരുമിച്ച് അല്ലേ, നമ്മളെ ഈ കോമ്പൗണ്ടിലുള്ള എല്ലാ ഓഫീസുകളും ഞാൻ വിചാരിക്കും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കൂടി, അത് ക്രിസ്മസ് ആയാലും ഓണമായാലും പിന്നെ ഈദായാലും ഏത് ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുക എന്നതാണ് നമ്മുടെ പോളിസി. അപ്പൊ ഇങ്ങനെ പാപ്പയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അല്ല, ഇപ്പൊ ഞാൻ മുഖംകൂടി അയച്ചു, നിങ്ങളെ അതിനെ ഐഡന്റിഫൈ ചെയ്തോളാം. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി മുഖംകൂടി അയച്ചത്. എന്തായാലും മുഖംകൂടി ഇട്ടുകൊണ്ട് വേറൊരു ഉദ്ദേശം കൂടിയില്ലേ, യൂട്യൂബിൽ അപ്ലോഡ് വെള്ളം പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും സന്തോഷമായി. എല്ലാ ആഘോഷങ്ങളും ഈ പാപ്പൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കേണ്ടതാണ്. അതിൽ ഈ ക്രിസ്മസ് ഇങ്ങനെ ഒരു നല്ല നിലയിൽ ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത് ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ചോന്ന കളറിലാളെ ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്മസിന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാപ്പൻ്റെ വേഷം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊന്നൊരു ഐഡിയ ആണ്, ഓഫീസിൽ പോയിട്ട് ഒരു സർപ്രൈസ് ഓഫീസിൽ ഉണ്ടാക്കാണ്. പക്ഷേങ്കിൽ ഡ്രസ്സ് കിട്ടിയില്ല, രാത്രി പല സ്ഥലത്തും പോയി ഡ്രസ്സ് കിട്ടിയില്ല. പെട്ടെന്ന് ഇന്ന് രാവിലെ നമ്മുടെ ചിത്താരി, നമ്മൾ അഷറഫിൻ്റെ ഷോപ്പിൽ നിന്ന്, എൻ്റെ വീട്ടിനടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് എനിക്കൊരു ഡ്രസ്സ് കിട്ടി. രാവിലെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. നമ്മളെ ഗൾഫിൽ നിന്നുള്ള നമ്മളെ സുഹൃത്ത് സൗരവ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സൗരവ് വന്നിട്ട് എന്തായാലും ഈ പരിപാടി നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സൗരവും കൂടി പെട്ടെന്ന് പോയി ഒരു ഡ്രസ്സ് കളക്ട് ചെയ്തു. അപ്പോൾ ഇരിക്കുമെത്തി. അപ്പോൾ ഓഫീസിലെത്തിയിട്ട് എല്ലാവരും, ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഒന്ന് സർപ്രൈസ് ആയിക്കളയാം. ഈ വേഷത്തിൽ പോയി എന്നെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ പോയി എല്ലാവരും ഒന്ന് അമ്പരപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങി വീഡിയോ ചെയ്തത്. പക്ഷേ എങ്കിലും മൊത്തം ടിസ്റ്റായി പോയി. കാരണം എന്നെ അവർ സർപ്രൈസ് ആയി കഴിഞ്ഞു. ഞാനിവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും ബലൂണും ഒക്കെ ആയിട്ട് വലിയൊരു ആഘോഷം, അങ്ങനെ നല്ലൊരു വൈബായിട്ട് ഇവർ എന്നെ സർപ്രൈസ് ആയി കളഞ്ഞു. അങ്ങനെ ഗംഭീരമായൊരു ക്രിസ്മസ് ആഘോഷം ഇക്കുറി ഈ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ പരിപാടികൾ പൊളിഞ്ഞെങ്കിലും മൊത്തം ടിസ്റ്റായെങ്കിലും വലിയൊരു സർപ്രൈസായി വളരെ ഗംഭീരമായൊരു പരിപാടിയായിട്ട് ഇക്കുറി ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം മാറ്റി തീർത്തിട്ടുണ്ട്. എന്തായാലും ടീം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന് എല്ലാവിധ താങ്ക്സ്.